ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സൺഡേയാണ്. നമ്മുടെ ഒരു ഫാമിലൊരു വിസിറ്റിന് വന്നത്. പക്ഷെ കയറി വന്നപ്പോൾ നല്ല കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ആടും കോഴിയും പിന്നെ ഒരു മിനി ഹോസും ഒക്കെ ആയിട്ട് കുറേ കാഴ്ചകൾ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടു. പിന്നെ അതേ നല്ല സ്റ്റണ്ണിങ് വ്യൂ, നമ്മുടെ മൂന്നാർ പോലൊക്കെ, നാട്ടിലെ മൂന്നാർ പോലൊക്കെ കിടപ്പില്ല. നല്ല രസമുണ്ട്, നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ലൊരു സ്ഥലം. അപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാം. അപ്പോൾ എൻ്റെ ഒപ്പം പോരെ നല്ലൊരു വിഷ്വൽ സിംഫണി ഉണ്ട് ഇവിടെ. ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല, അതെല്ലാം തക്കാളിയാണ്. തക്കാളി നട്ടു പിടിപ്പിച്ചിരിക്കുക. ഇതിനെ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഇതെന്തോ ഇത്? അയ്യോ, ഇത് പ്ലമ്മാണിത്. ആഹാ, നമ്മളിത് കണ്ടില്ലായിരുന്നു. നിറച്ച് കാഴ്ച കിടപ്പുണ്ടല്ലോ. ഇത് കണ്ടായിരുന്നു നിങ്ങൾ? ഇത് കണ്ടോ? ഇതാ കാട്ടുബെറീസ് കേട്ടോ. ഇതേ പഴുക്കുമ്പോൾ ഓരോരുത്തരും ഇത് പറിച്ച് ജാമൊക്കെ ഇടുകയൊക്കെ ചെയ്യും. എഡിബിളാണ് കേട്ടോ, കഴിക്കാൻ കൊള്ളാവുന്നതാ. മോനെ ആപ്പിൾ തോട്ടം കണ്ടോടാ, നോക്കിക്കേ എന്തോരം ഉണ്ട്. നമുക്ക് അടുത്ത മാസം ഇവിടെ നിന്ന് വരണം കേട്ടോ. ഈ ആപ്പിളെല്ലാം വിളഞ്ഞു കഴിയുമ്പോഴേ രസമായിരിക്കും. വേണ്ട, നിനക്ക് ഞാൻ തരാം. വാ. ആ, അടിപൊളി. ഇതേ മിനി ഷട്ട്ലാൻഡ് പോണീസ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുതിരയെ പോലൊക്കെ ഇരിക്കുന്നു. കുതിരയുടെ ചെറിയൊരു ബ്രീഡായിരിക്കും ഇത്. നമ്മുടെ പന്നിക്കുട്ടനല്ലേ, പന്നിക്കുട്ടൻ ഇവിടെ ഉണ്ടോ? തടിപ്പാലോടാ, നീ കണ്ടിട്ടുണ്ടോ തടിപ്പാലം? ഞാനിവിടെ സ്ലൈഡ് ചെയ്യാൻ പോവാ. ഞാനിവിടെ സ്ലൈഡ് ചെയ്യട്ടെ. നമ്മൾ ഈ ഫാമിനകത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് സീറ്റ്സും ചെടികളും ഒക്കെ ഉണ്ട്. വിസിറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നടന്ന് ക്ഷീണിച്ചാൽ ഇവിടെ തന്നെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്. ആവശ്യമുള്ള സാധനം മേടിച്ച് കഴിക്കാം. നോക്കട്ടെ വല്ല ചായയോ കാപ്പിയോ വല്ലതും ഉണ്ടോ എന്ന്. ഇവിടെ വന്നാൽ ഇങ്ങനെ ഫസ്റ്റ് എടുത്ത് നമുക്കൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് അതൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് കഴിച്ചു പോകാം.